മൂന്നാം ദിവസ ട്രെക്കിങ്ങിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ 49 പേർ മുഴുവനും കൂടെയുണ്ടെന്നതായിരുന്നു എല്ലാവരുടെയും ആശ്വാസം. ഗുഞ്ചിയിൽ നടന്ന രണ്ടാം ഘട്ട വൈദ്യപരിശോധനയിൽ 20ഓളം പേരുടെ ഫലം പ്രതികൂലമായി തീർന്നു. എങ്കിലും തുടർന്ന് പല ഘട്ടങ്ങളിലായി നടത്തിയ പരിശോധനകളിൽ എല്ലാവരും യോഗ്യത നേടി. ചെറിയ കയറ്റമുള്ള സുഖമുള്ള പാതയാണ്. നിർമ്മാണം പാതിയായ റോഡിലൂടെ തന്നെയാണ് നടത്തം. കാലാപാനിയാണ് ഇന്നത്തെ ലക്ഷ്യസ്ഥാനം. ദില്ലിയിൽ നിന്ന് പുറപ്പെട്ട് രണ്ടാം ദിവസം മുതൽ കാളി നദിയെ അനുധാവനം ചെയ്തുകൊണ്ടായിരുന്നു യാത്ര. നേപ്പാളിൽ ശാരദ എന്നറിയപ്പെടുന്ന കാളി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് കാലാപാനി. ഒരു നദിയുടെ ഉത്ഭവം കണ്ടെത്തുക എന്നത് തീർത്തും കൗതുകകരമായ കാര്യം തന്നെയാണ്. മുൻ ദിവസങ്ങളിൽ വലിയ താഴ്ചയിലായിരുന്നു നദിയെങ്കിൽ ഇന്ന് നദിയുടെ നിരപ്പിൽ തന്നെയാണ് മാത്രമല്ല, കലങ്ങി മറിഞ്ഞ് പ്രക്ഷുബ്ധമായിരുന്ന നദി ഇപ്പോൾ സ്ഫടിക സമാനമായി വെള്ളിച്ചില്ലുകൾ തെറിപ്പിച്ചാണ് ഒഴുകുന്നത്. ചിലയിടങ്ങളിൽ ചോല പോലെയാണെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ പുഴ പോലെ വിശാലമായി കാളി ഒഴുകുന്നു. പർവ്വതങ്ങളുടെ താഴ്വരയിലൂടെയും പുഴയുടെ കരയിലൂടെയുമുള്ള നടത്തം ഉച്ചയോടെ കാലാപാനിയിൽ അവസാനിച്ചു. 9 കിലോമീറ്ററാണ് ഇന്ന് നടന്നത്. 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ധാർചുലയിൽ നിന്ന് 12,000 അടി ഉയരത്തിലേക്കാണ് 3 ദിവസത്തെ കാൽനട കൊണ്ട് എത്തിപ്പെട്ടിരിക്കുന്നത്. അർദ്ധഗോളം കമഴ്ത്തി വെച്ച പോലുള്ള വെളുത്ത കൂടാരങ്ങളിലാണ് ഇന്ത്യൻ ഭാഗത്ത് യാത്രികരുടെ താമസം. ഒറ്റനോട്ടത്തിൽ ഇവ മഞ്ഞ പ്രദേശങ്ങളിലെ ഇഗ്ലൂ കൂടാരങ്ങളെ ഓർമ്മിപ്പിക്കും. ഇരുമ്പിന്റെ വിവിധ പാളികൾ തമ്മിൽ സ്ക്രൂ ചെയ്തുറപ്പിച്ചാണ് ഈ കൂടാരങ്ങൾ പണിയുന്നത്. കാഴ്ചയിൽ ചെറുതെന്ന് തോന്നിക്കുമെങ്കിലും 6 കട്ടിലുകൾക്ക് ഇടമുള്ളതാണ് ഉൾവശം. ഗുഞ്ചിയിലെ പർവ്വതങ്ങൾ മനോഹരമായിരുന്നുവെങ്കിൽ ഭീതി ജനിപ്പിക്കുന്നതായിരുന്നു കാലാപാനി പരിസരം. ക്രമമില്ലാത്ത ചെരിവുകളോട് കൂടിയതും ഒട്ടും ഭംഗിയില്ലാത്തതുമായ പരുക്കൻ പർവ്വതങ്ങൾ പേടിപ്പെടുത്തി ആകാശത്തോളം ഉയർന്നു കാണപ്പെട്ടു. ക്യാമ്പിന്റെ മുറ്റത്തുള്ള കടുകുചെടികൾ കാറ്റിലാടുന്ന കാഴ്ച സുന്ദരമായിരുന്നു. തങ്ങളുടെ ഉപയോഗത്തിനായി ITBP ജവാന്മാർ വളർത്തുന്നതാണ് ഇവ. കാളി നദിയുടെ ഉത്ഭവസ്ഥാനം തേടിയുള്ള ഞങ്ങളുടെ നടത്തം തൊട്ടു താഴെയുള്ള കാളിമാതാ ക്ഷേത്രത്തിൽ അവസാനിച്ചു. ഹനുമാൻ ക്ഷേത്രവും കാളിമാതാ ക്ഷേത്രവും ഒരിടത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കാലാപാനിയിലെ ITBP ജവാന്മാരും കൈലാസയാത്രികരും മാത്രമാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. കാളിമാതാ ക്ഷേത്രത്തിൽ കാളിദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. അതിനടുത്തായി ഒരു കുണ്ടത്തിലൂടെ ഭൗമാന്തർ ഭാഗത്തു നിന്ന് ജലപ്രവാഹം ഉയർന്നു വരികയും അത് താഴേക്ക് ഒലിച്ചിറങ്ങി നദിയായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള തർക്കപ്രദേശമാണ് കാലാപാനി. കാലാപാനിയെ ഇന്ത്യ ഉത്തരാഖണ്ഡിന്റെ ഭാഗമായി കണക്കാക്കുമ്പോൾ നേപ്പാൾ അവരുടെ ഭൂപ്രദേശമായും കാണുന്നു. നദിയെ ദേവിയായി ആരാധിക്കുന്ന മഹത്തായ സംസ്കാരത്തെക്കുറിച്ച് ചിന്തിച്ച് പുറത്തിറങ്ങവേ കണ്ടത് വ്യാസഗുഹയായിരുന്നു.
താഴെ നിന്ന് നോക്കുമ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ ചെറിയൊരു പൊട്ടുപോലെ ഗുഹ കാണപ്പെട്ടു. ഈ ഗുഹയിലായിരുന്നുവത്രേ വ്യാസമുനി തപസ്സിരുന്നത്. രാവിലെ എഴുന്നേറ്റാൽ പ്രഭാതരശ്മിയിൽ വെട്ടിത്തിളങ്ങുന്ന നാഗപർവ്വതത്തിന്റെ കാഴ്ച കാണാം. സ്വർണവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുന്ന പർവ്വത ശിഖരം തീർത്തും അവർണ്ണനീയമായ കാഴ്ച തന്നെയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ യാത്രികർ കാലാപാനിയോട് വിട പറഞ്ഞു. കഠിനമായ മലകയറ്റത്തിന്റെ 2 നാളുകളാണ് ഇനി ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ ടിബറ്റിലേക്ക് മലയിറക്കം. മലഞ്ചെരിവുകളുടെ പച്ചപ്പും ഹിമവാന്റെ കുളിരും നുകർന്ന് കാലാപാനിയിൽ നിന്ന് നടന്നകലുമ്പോൾ കൈലാസമെന്ന മഹത്തായ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന സംശയം പാടെ ദൂരീകരിക്കപ്പെട്ടു. കാലാപാനിക്കും മേലെ നവീധാങ്ങിനും മേലെ ലിപുലേഖ് ചുരമാണ്. ധാരാളം ഹിമവാഹിനികൾ ലിപുലേഖിൽ നിന്ന് ഒഴുകി വരികയും അവയെല്ലാം ചേർന്ന് കാളി നദിയായി താഴ്വരയിലെത്തുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഉരുക്കുപാലങ്ങൾക്ക് മുകളിലൂടെ ഹിമവാഹിനികളെ നാം മുറിച്ചു കടക്കുന്നു. അത്തരത്തിലുള്ള 2 അരുവികൾ സംഗമിച്ച് ഈ താഴ്വരയിലൂടെ താഴേക്കൊഴുകുന്ന കാഴ്ചയാണ് ഇത്. ആകാശം, മേഘങ്ങൾ, മലകൾ, താഴ്വരകൾ, പാതകൾ. മോക്ഷപ്രാപ്തിക്കായി തലമുറകൾ സഞ്ചരിച്ച മഹാപ്രസ്ഥാനത്തിന്റെ മാർഗങ്ങൾ. മലകൾക്കപ്പുറം മേഘപാളികൾക്കിടയിൽ പർവ്വത ശിഖരങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ദൃശ്യമാകുന്നുണ്ട്. മലഞ്ചെരിവുകളിൽ യന്ത്രസഹായത്താൽ റോഡ് നിർമ്മിക്കുന്ന ബിയാറ തൊഴിലാളികളുടെ പരിശ്രമം നോക്കി നിൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നജാങ് മുതൽ ലിപുലേഖ് വരെയുള്ള പർവ്വതപാത എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇവർ യന്ത്രക്കൈകൾ ചലിപ്പിക്കുന്നത്. ഈ യന്ത്രങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എത്തി എന്നതായിരുന്നു അത്ഭുതം. ഹെലികോപ്റ്ററിലും മറ്റും ആകാശമാർഗം എത്തിച്ചതാണ് അവയെല്ലാം. താപനില അത്ര താഴ്ന്നതല്ലെങ്കിലും ഇടവിട്ട് മഴയിരമ്പം പോലെ ആഞ്ഞടിക്കുന്ന ശീതക്കാറ്റുണ്ട് കാലാപാനിയിൽ. പലപ്പോഴും അത് അസഹനീയമായി അനുഭവപ്പെടും. സസ്യജാലങ്ങളാൽ നിറഞ്ഞ കുമയൂൺ മേഖലയിൽ നിന്ന് ടിബറ്റൻ ഭൂപ്രകൃതിയിലേക്കുള്ള ക്രമമായ പരിവർത്തനം യാത്രയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു തണൽമരം പോലുമില്ലാതെ മലകളും ആകാശവും മാത്രം അതിരിട്ട നടപ്പാതകൾ. കാടുകളോ മരങ്ങളോ ഇല്ലാത്ത വിജനമായ ഭൂപ്രദേശം. ചില മലഞ്ചെരിവുകൾ പച്ച പുതച്ച് നാണം മറച്ച് നിൽക്കുന്നു. ചില ചെരിവുകളാകട്ടെ പൂക്കളാൽ ചിത്രപ്പണികൾ ചെയ്ത ഉടയാട വാരി പുതച്ചിരിക്കുന്നു. ഉത്തരാഖണ്ഡ് മേഖലയിലെ പുഷ്പസമൃദ്ധിയെക്കുറിച്ച് പറയാതെ വയ്യ. പേരറിയാത്ത നിരവധി പൂക്കൾ ഇളങ്കാറ്റിൽ തലയാട്ടി എങ്ങും നിൽക്കുന്നു. ചെമ്മപ്പും നീലയും വയലറ്റും മഞ്ഞയും നിറമുള്ള പേരറിയാത്ത പൂക്കൾ നക്ഷത്രങ്ങൾ വാരി വിതറിയ പോലെ മലഞ്ചെരിവുകളെ അലങ്കരിച്ചിരിക്കുന്നു.
നടപ്പാതയോ ഉദ്യാനമോ എന്ന് സംശയിക്കാതെ ഇതുവഴി കടന്നു പോവുക പ്രയാസം. ഈ മേഖലയിൽ പ്രത്യേകമായി കാണപ്പെടുന്ന നാഗപുഷ്പ ചെടിയാണ് ഇത്. പന്ത്രണ്ടായിരം അടിയിൽ നിന്ന് 14,000 അടിയിലേക്കാണ് ഇന്ന് നടന്നു കയറുന്നത്. മലമുകളിൽ കോടമഞ്ഞ് കനത്തു തുടങ്ങിയിരുന്നു. റോഡ് വിട്ട് ചെങ്കുത്തായ ചെരുവിലൂടെ പാത വഴിമാറുകയും ചെയ്തിരിക്കുന്നു. സ്വന്തം കിതപ്പ് മാത്രമാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. ഏതാനും ചില ITBP ജവാന്മാർ ഞങ്ങളെ അനുഗമിക്കുന്നുണ്ട്. നവീധാങ്ങിന് തൊട്ടു മുമ്പുള്ള ലഘു ഭക്ഷണശാലയാണ് ഇത്. മഴ ചാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ എത്രയും പെട്ടെന്ന് ക്യാമ്പിൽ എത്തിച്ചേരുക എന്നതിൽ മാത്രമായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. ഏറെ നേരത്തെ പ്രയത്നത്തിന്റെ അവസാനമെന്നോണം നവീധാങ് ക്യാമ്പ് കാണാറായി. നോക്കെത്താ ദൂരം വരെ നവീധാങ് താഴ്വര. അവിടെ നിന്ന് മണ്ണും മഞ്ഞും വെള്ളവും കൂടിക്കുഴഞ്ഞ മിശ്രിതം ഒഴുകിവരുന്നു. ഒരു നദിയോ അരുവിയോ ജലധാരയോ ഉത്ഭവിക്കുന്നത് എങ്ങനെയെന്ന് നവീധാങ് താഴ്വരയിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഞങ്ങൾക്ക് രാപ്പാർക്കാനുള്ള കുഞ്ഞൻ കൂടാരങ്ങൾ, നടുനിവർക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, കാൽനടയും കിതപ്പും കൂടാരവുമെല്ലാം ഇപ്പോൾ നിത്യജീവിതത്തിന്റെ ഭാഗമായി യാത്രികർ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഭക്തർക്ക് ഓം പർവ്വതത്തിന്റെ ദർശനം ലഭ്യമാകുന്ന ദിവ്യഭൂമിയാണ് നവീധാങ്. അതിനു പിന്നിലായി ഇന്ത്യ, നേപ്പാൾ, ചൈന എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തി ട്രൈ ജംഗ്ഷൻ. ഈ ട്രൈ ജംഗ്ഷൻ അതിർത്തിയിൽ 2010-ൽ 2 ജവാന്മാർ ഡ്യൂട്ടിക്ക് പോവുകയും തിരിച്ചു വരുമ്പോൾ മഞ്ഞിടിച്ചിലിൽപ്പെട്ട് മൃത്യു വരിക്കുകയും ചെയ്യുകയുണ്ടായി. ഇരുവർക്കും വേണ്ടി ക്യാമ്പിൽ സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. കഠിന പ്രയത്നം മാത്രം പോരാ, അല്പം ഭാഗ്യവുമുണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്നതാണ് ഓം പർവ്വതത്തിന്റെ കാഴ്ച. കോടമഞ്ഞൊഴിഞ്ഞ് മാനം തെളിയുമ്പോൾ താഴ്വരയുടെ അങ്ങേയറ്റത്ത് പർവ്വത മുകളിൽ ഓംകാരം തെളിഞ്ഞുവരും. പർവ്വതത്തിന്റെ ഉന്നതിയിൽ മഞ്ഞ് പതിച്ച ലിഖിത രൂപമായി ഓം നിൽക്കുകയും ബാക്കി ഭാഗം ഹിമസ്പർശമില്ലാതെ വേറിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ലോകത്തിന്റെ ആദിമന്ത്രരൂപത്തെ നേരിട്ട് ദർശിച്ച നിർവൃതിയിൽ യാത്രികർ എല്ലാം മറക്കുന്നു. ചിലർക്ക് മാത്രം ലഭിക്കുന്ന ദർശന സൗഭാഗ്യത്തിൽ ആനന്ദം കൊള്ളുന്നു. ഓങ്കാരമന്ത്രം മുഴക്കുകയും ഓങ്കാര ഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു. നാളെ രാവിലെ 7:30 ലിപുലേക്ക് ചുരം കടന്ന് ടിബറ്റിലേക്ക് പ്രവേശിക്കണം. പുലർച്ചെ 2:30 ടോർച്ച് വെളിച്ചത്തിലാണ് കാൽനട തുടങ്ങേണ്ടത്. രാത്രി 7 മണിയോടെ ടെന്റുകളിൽ ലൈറ്റുകൾ അണഞ്ഞു. ലിപുലേഖ് ചുരത്തിൽ മഞ്ഞിൽ ചവിട്ടി നടക്കുന്നത് സങ്കല്പിച്ച് യാത്രി കണ്ണുകൾ പൂട്ടി. ഓം നമഃ ശിവായ.